ഹലോ, ഹാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. മലബാർ സ്പെഷ്യൽ ഇറച്ചിപ്പത്തിരി ബീഫ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇത്. ആദ്യം പത്തിരിക്ക് വേണ്ട ഡോ തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ നെയ്യോ ഓയിലോ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 2 പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 കപ്പ് സവാള നേർമയായി മുറിച്ചത് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഈ സവാള വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ ഒന്ന് വഴന്നു വന്നാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ചേർക്കാം. ബീഫ് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വേവിച്ചതിന് ശേഷം ഷ്രെഡ് ചെയ്തെടുത്തതാണ്. ബീഫ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ചെറുതായി മുറിച്ചെടുത്ത കറിവേപ്പില എന്നിവ കൂടി ചേർക്കാം. ഇനിയൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത മല്ലിയില കൂടി ചേർക്കാം. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇറച്ചിപ്പത്തിരിയിലേക്കുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഇനി പത്തിരി തയ്യാറാക്കാം. അതിനായി കുഴച്ചു വെച്ചിട്ടുള്ള ഡോ കൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുത്ത് വലുതായി പരത്തിയെടുക്കാം. ഇതുപോലെ വലുതായി ഒന്ന് പരത്തിയെടുത്താൽ മതി. നമുക്ക് ഏത് വലുപ്പത്തിലുള്ള പത്തിരിയാണോ വേണ്ടത് അതിനനുസരിച്ച് മുറിച്ചെടുക്കാം. നമ്മളിപ്പോ ഇവിടെ ഒരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ വലുപ്പത്തിലുള്ള പത്തിരിയാണ് തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലും വലുതായിട്ട് വേണമെങ്കിൽ പത്തിരി വലുതാക്കി തയ്യാറാക്കിയാൽ മതി. ഇനി തയ്യാറാക്കിയിട്ടുള്ള പത്തിരിയിൽ നമ്മുടെ ഫില്ലിംഗ് ഒന്ന് വെക്കാം. തയ്യാറാക്കിയിട്ടുള്ള പത്തിരി ഒന്ന് വെക്കാം. ഇതിനു മുകളിൽ മസാല ഇതുപോലെ വെച്ച് അതിന്റെ മുകളിൽ മറ്റൊരു പത്തിരി കൂടെ വെക്കാം. ഇതുപോലെ ഇതിന്റെ സൈഡുകൾ നന്നായി പ്രസ് ചെയ്തെടുക്കാം.
അതിനുശേഷം ചുറ്റും ദാ ഇതുപോലൊന്ന് മെടഞ്ഞെടുക്കാം. അപ്പതാ പത്തിരി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഓരോ പത്തിരിയായി ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ കോരി മാറ്റാം. ഒരു പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിക്കാം. ഇത് 2 മുട്ടയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തിട്ടുള്ള മിക്സാണ്. പൊരിച്ചെടുത്ത പത്തിരി ഈ മുട്ട മിക്സിൽ മുക്കിയെടുത്ത് പാനിൽ വെച്ച് 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദാ സ്പൈസി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.